പോവുകയാണ്. സർക്കാർ ആശുപത്രികളിലെ വാർഡുകളിൽ കഴിഞ്ഞവർക്ക് കാലാവധി കഴിഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ മരുന്നുകൾ വിതരണം ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം ഇന്നലെ പുറത്തുവന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലുണ്ട്. ഗുണനിലവാര പരിശോധന നടത്താതെ മരുന്നുകൾ വിതരണം ചെയ്തതായും റിപ്പോർട്ടിലുണ്ട്. മരുന്ന് വിതരണം ചെയ്യുന്നതിൽ കാലതാമസം വരുത്തിയ കമ്പനികളിൽ നിന്ന് 9.76 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2016 മുതൽ 2022 വരെയുള്ള വർഷങ്ങളിൽ 60 സന്ദർഭങ്ങളിലായാണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തതായി സിയാൻഡേജി കണ്ടെത്തിയത്. വിതരണത്തിന് മുമ്പ് തന്നെ കാലാവധി കഴിഞ്ഞവയായിരുന്നു ഈ മരുന്നുകൾ. ഇത് മറച്ചുവെച്ചാണ് KMSCL മരുന്നുകൾ വാർഡുകളിൽ എത്തിച്ചത്. 26 സർക്കാർ ആശുപത്രികളിൽ കഴിഞ്ഞവരാണ് കാലഹരണപ്പെട്ട മരുന്നുകൾ കഴിക്കേണ്ടി വന്നത്. കാലാവധി കഴിഞ്ഞാൽ മരുന്നുകളുടെ രാസഘടന മാറും. ഇത് കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ ഗൗരവമുള്ളതാണെന്നും സിയാൻഡേജി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഗുണനിലവാരമില്ലാത്തതിനാൽ വിതരണം ചെയ്യരുതെന്ന് നിർദ്ദേശിച്ച മരുന്നുകളും സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്തു. 146 ആശുപത്രികളിൽ 530 തവണ ഇത്തരത്തിൽ ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ മരുന്ന് വിതരണം ചെയ്തു. ചില മരുന്നുകളെയും മരുന്നു നിർമ്മാണ കമ്പനികളെയും ഗുണനിലവാര പരിശോധനയിൽ നിന്ന് ഒഴിവാക്കി. KMSCL-യുമായി കരാറിലെത്തിയ കമ്പനികൾ കൃത്യസമയത്ത് മരുന്ന് വിതരണം ചെയ്തില്ലെങ്കിൽ കമ്പനികളിൽ നിന്ന് പിഴ ഈടാക്കണം. എന്നാൽ അങ്ങനെ ഈടാക്കാതെ കമ്പനികളെ സഹായിക്കുന്ന നിലപാടാണ് KMSCL എടുത്തത്. പിഴയായി പിരിച്ചെടുക്കാനുള്ളത് 9.76 കോടി രൂപയാണ്. ടെൻഡർ അനുസരിച്ച് വിതരണം ചെയ്യേണ്ട മരുന്നുകളുടെ അളവിനേക്കാൾ കുറവ് മരുന്ന് വിതരണം ചെയ്താലും പിഴ ഈടാക്കാൻ വ്യവസ്ഥയുണ്ട്. ഇത്തരത്തിൽ പിഴ ഈടാക്കാവുന്ന 82 കേസുകൾ അവഗണിച്ചു. ഇതിലൂടെ 1.64 കോടി രൂപ നഷ്ടമുണ്ടായെന്നും സിയാൻഡേജി കണ്ടെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം.